മഹാഭാരതത്തിലെ ഏറ്റവും വലിയ യോദ്ധാവ് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? അർജുനൻ, കർണൻ, അതോ ഭീഷ്മർ? എന്നാൽ ഇവരാരുമല്ല എന്നതാണ് സത്യം. കുരുക്ഷേത്ര യുദ്ധം വെറുമൊരൊറ്റ മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിവുള്ള ഒരു യോദ്ധാവ് അവിടെ ഉണ്ടായിരുന്നു. അർജുനനും കർണനുമൊക്കെ ദിവസങ്ങളെടുത്തേക്കാവുന്ന ഒരു യുദ്ധം വെറും 3 അമ്പുകൾ കൊണ്ട് തീർക്കാൻ കഴിവുള്ളവൻ. ഭീമന്റെ ചെറുമകനായ ഘടോൽക്കജന്റെ മകൻ. അവനാണ് ബാർബറീകൻ. അവൻ വിചാരിച്ചിരുന്നെങ്കിൽ മഹാഭാരതത്തിന്റെ കഥ തന്നെ മാറിയേനെ. പിന്നെ എന്തുകൊണ്ട് അവൻ യുദ്ധം ചെയ്തില്ല? ബാർബറീകൻ കടുത്ത ശിവഭക്തനായിരുന്നു. വർഷങ്ങൾ നീണ്ട തപസ്സിനൊടുവിൽ മഹാദേവൻ അവന് പ്രത്യക്ഷപ്പെട്ടു. യുദ്ധത്തിൽ പരാജയപ്പെടുത്താനാവാത്ത 3 ദിവ്യാസ്ത്രങ്ങൾ ശിവൻ അവന് നൽകി. ഈ 3 അമ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആദ്യത്തെ അമ്പ് പ്രയോഗിച്ചാൽ അവൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെ അത് അടയാളപ്പെടുത്തും. രണ്ടാമത്തെ അമ്പ് സംരക്ഷിക്കേണ്ടവരെ അടയാളപ്പെടുത്തും. ഇനി 3ാമത്തെ അമ്പ് കൂടി പ്രയോഗിച്ചാൽ ആദ്യം അടയാളപ്പെടുത്തിയ എല്ലാവരെയും അത് നിമിഷനേരം കൊണ്ട് ഇല്ലാതാക്കും. അതായത് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൈന്യത്തെയും നശിപ്പിക്കാൻ അവന് വെറും 3 അമ്പുകൾ മാത്രം മതിയായിരുന്നു. കുരുക്ഷേത്ര യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ബാർബറീകൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. യാത്ര തിരിക്കുന്നതിനു മുൻപ് അവന്റെ അമ്മ അവനോടൊരു സത്യം ചെയ്യിച്ചു. എല്ലായ്പ്പോഴും തോൽക്കുന്നവരുടെ കൂടെ മാത്രമേ നീ യുദ്ധം ചെയ്യാവൂ എന്നതായിരുന്നു ആ വാക്ക്. തന്റെ 3 അമ്പുകളുമായി കുതിരയുടെ പുറത്തേറി ബാർബറീകൻ കുരുക്ഷേത്രത്തിലേക്ക് തിരിച്ചു. ബാർബറീകന്റെ വരവ് സാക്ഷാൽ ശ്രീകൃഷ്ണനെ അസ്വസ്ഥനാക്കി. കാരണം കൃഷ്ണനെ അമ്മയ്ക്ക് നൽകിയ വാക്കിന്റെ അപകടമറിയാമായിരുന്നു. കൗരവർ തോൽക്കാൻ തുടങ്ങുമ്പോൾ ബാർബറീകൻ അവർക്കൊപ്പം ചേരും. അപ്പോൾ പാണ്ഡവർ തോൽക്കാൻ തുടങ്ങും. അപ്പോൾ അവൻ പാണ്ഡവർക്കൊപ്പം ചേരും. അങ്ങനെ അവസാനം കുരുക്ഷേത്ര യുദ്ധത്തിൽ ബാർബറീകൻ മാത്രം അവശേഷിക്കുന്ന ഒരവസ്ഥ വരും. ഇതൊഴിവാക്കാൻ കൃഷ്ണൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ബാർബറീകന്റെ മുന്നിലെത്തി. അവന്റെ കഴിവ് പരീക്ഷിക്കാൻ കൃഷ്ണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു മരത്തിലെ മുഴുവൻ ഇലകളും അവൻ ഒരൊറ്റ അമ്പുകൊണ്ട് തുളച്ചു കാണിച്ചു. ഇതോടെ ബാർബറീകനെ യുദ്ധത്തിൽ നിന്നും മാറ്റിയേ തീരൂ എന്ന് കൃഷ്ണൻ ഉറപ്പിച്ചു. കൃഷ്ണൻ അവനോട് ഒരു ദാനം ചോദിച്ചു. എന്ത് ചോദിച്ചാലും നൽകാമെന്ന് അവൻ വാക്ക് നൽകി. എനിക്ക് ദാനമായി വേണ്ടത് നിന്റെ ശിരസാണ്, കൃഷ്ണൻ പറഞ്ഞു. ഒരു നിമിഷം പകച്ചുപോയെങ്കിലും മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഭഗവാനാണെന്ന് അവന് മനസ്സിലായി. ചിരിച്ചുകൊണ്ട് അവൻ തന്റെ വാളെടുത്ത് സ്വന്തം തല വെട്ടി ഭഗവാന് നൽകി. എന്നാൽ മരിക്കുന്നതിനു മുൻപ് അവൻ കൃഷ്ണനോട് ഒരാഗ്രഹം പറഞ്ഞിരുന്നു. തനിക്ക് ആ മഹായുദ്ധം മുഴുവൻ കാണണം. കൃഷ്ണൻ ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു. വെട്ടിമാറ്റിയ അവന്റെ തല കുരുക്ഷേത്രത്തിനടുത്തുള്ള ഏറ്റവും ഉയർന്ന ഒരു കുന്നിൻ മുകളിൽ കൃഷ്ണൻ പ്രതിഷ്ഠിച്ചു. അങ്ങനെ 18 ദിവസം നീണ്ടുനിന്ന ആ മഹാഭാരത യുദ്ധം മുഴുവൻ ഒരു കുന്നിൻ മുകളിലിരുന്ന് അവൻ കണ്ടുതീർത്തു. ഏറ്റവും വലിയ ശക്തിയുണ്ടായിട്ടും ധർമ്മത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലികഴിച്ച ബാർബറീകന്റെ ഈ കഥ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.